പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഇസ്രായേലിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ കൂടിക്കാഴ്ച തുടരുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗസയിലെ സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കണമെന്നാണ് കൂടിക്കാഴ്ചയിൽ ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ ഊർജിതമാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഫലസ്തീൻ പ്രസിഡന്റിനെയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഗസയിൽ വെടിനിർത്തൽ ആവശ്യമില്ല എന്ന നിലപാടും അമേരിക്ക കൈക്കൊള്ളുന്നുണ്ട്. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നതിനിടെയാണ് മറ്റൊരു വശത്ത് നയതന്ത്ര ചർച്ചകളും സജീവമായി നടക്കുന്നത്. എന്താണ് നിലവിൽ ഗസയിലെ സ്ഥിതി? നയതന്ത്ര ചർച്ചകൾ ഏത് രീതിയിൽ പോസിറ്റീവായി പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ കൂടിക്കാഴ്ച തുടരുന്നുണ്ട്, നേതാക്കളുമായുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ വിശദാംശങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു? ഈ വിഷയത്തിൽ വെടിനിർത്തലടക്കം എന്താണ് അമേരിക്കയുടെ ഒരു നിലപാട്? ദിവ്യ, പൊടുന്നനെയുള്ളൊരു വെടിനിർത്തലിനോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഏതാണ്ട് ഇസ്രായേലിന്റെ അതേ വാദം തന്നെ ശരിവെച്ചുകൊണ്ട് അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ബന്ദിമോചന ചർച്ചക്ക് ഹമാസ് തയ്യാറാവുകയാണെങ്കിൽ അത്തരമൊരു ചർച്ചയോട് പരോക്ഷമായിട്ടാണെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുമെന്ന് കൂടി അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബ്ലിങ്കന്റെ ഈ 5ാമത് ഇസ്രായേൽ പര്യടനം ഏറ്റവും പ്രധാനപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് ഈ യുദ്ധത്തിന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് അതിന് വ്യാപ്തി കൈവരുന്നത് തടയുക എന്നതായിരുന്നു. പക്ഷെ അതിൽ എത്രമാത്രം ബ്ലിങ്കന്റെ ഈ പര്യടനം വിജയിച്ചു എന്നത് സംശയാസ്പദമാണ്. പ്രത്യേകിച്ച് ഇന്നലെ തിരക്കിട്ട കൂടിയാലോചനകളൊക്കെ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വവുമായി നടത്തിയിരുന്നു. പക്ഷേ ലബനാൻ അതിർത്തിയിൽ സംഘർഷത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സിവിലിയൻ സമൂഹം ഇന്നിപ്പം 3 പേർ അവിടെ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലബനാനിൽ ഇന്നലെ 2 സൈനികർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ സൂചിപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, ആശുപത്രികളോട് പൂർണ്ണമായിട്ടും സജ്ജമായിരിക്കാനും ആയിരക്കണക്കിന് പരിക്കേറ്റവരെ ഉൾക്കൊള്ളുമാർ ആശുപത്രികൾ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം ഇസ്രായേലിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഒരു വ്യാപ്തിയിലേക്ക് പോകുന്ന സൂചന തന്നെയാണ് തുടരുന്നത്. ഹിസ്ബുല്ല ആണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഒരു തുറന്ന യുദ്ധത്തിന് തങ്ങളും ഒരുക്കമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചെങ്കടലിൽ ഹൂത്തികൾ ഇന്നും ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ കപ്പലിനെയും തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ചെങ്കടലിലും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടനും പെന്റഗണും അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും ഈ അക്രമം കാത്തിരിക്കാനാവില്ല. ഏത് ശക്തമായിട്ടുള്ള നടപടികൾ ഹൂത്തികൾക്കെതിരെ ഉണ്ടാകുമെന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ബ്രിട്ടനും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം പടരുന്ന ആ സാഹചര്യം ഏറെക്കുറെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും ഇസ്രായേൽ നേതാക്കൾ മാത്രമല്ല, മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ നേതാക്കളുമായിട്ടും ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തിയിരുന്നു. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം അതിനെ പൂർണ്ണമായിട്ടും അമേരിക്ക പിന്തുണയ്ക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രയോഗതലത്തിൽ ഇതൊക്കെയും ഇസ്രായേലിന്റെ നയനിലപാടുകളും അഭിപ്രായങ്ങളെയും ആശ്രയിച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള